ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നാഷണൽ അവാർഡ് പ്രഖ്യാപനവും പുരസ്കാര വിതരണവും എല്ലാം തന്നെ പൂർത്തീകരിക്കുകയാണല്ലോ. ഇനി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിനായിട്ടാണല്ലോ നമ്മുടെ മലയാളികൾ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2024 സെൻസർ ചെയ്യപ്പെട്ട സിനിമകൾക്കാണ് ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അവാർഡ് വിവിധ കാറ്റഗറിയിൽ നേടിയെടുക്കാനായിട്ട് കഴിയുക. ഇപ്പോഴത്തെ കേരള സംസ്ഥാന അവാർഡിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 128 സിനിമകളാണ് അവാർഡിലേക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നും അവാർഡ് കമ്മിറ്റിയിൽ പ്രകാശ് രാജ് ആയിരിക്കും ജൂറി ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുക എന്നൊരു റിപ്പോർട്ടാണ് വന്നു കഴിഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ ഉൾപ്പെടെ വിവിധ ഭാഷാ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടനാണ് ദേശീയ അവാർഡ് വിന്നർ കൂടിയായ പ്രകാശ് രാജ്. അപ്പോൾ പ്രകാശ് രാജിന്റെ തീരുമാനം പോലെ ഇരിക്കും ഇത്തവണ ആർക്കൊക്കെ ഏതൊക്കെ കാറ്റഗറിയിൽ അവാർഡ് ലഭ്യമാകുക എന്ന്. എന്തായാലും നാളെ മുതലാണ് സ്ക്രീനിംഗ് വിവിധ സിനിമകൾക്ക് വേണ്ടി ആരംഭിക്കുന്നത്. ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം ഈ മാസം ഒക്ടോബർ അവസാനത്തോടെ അല്ലെങ്കിൽ നവംബറിന്റെ ആദ്യ ആഴ്ചകളിൽ തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വളരെ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ കഴിഞ്ഞ വർഷം സെൻസർ ചെയ്യപ്പെട്ട സിനിമകളിൽ കലാമൂല്യമുള്ള സിനിമകൾ ഇത്, അതോടൊപ്പം തന്നെ വിവിധ കാറ്റഗറിയിലുള്ള അവാർഡുകൾ ഏതൊക്കെ സിനിമകൾക്ക് എന്നൊക്കെ അറിയാം. കാത്തിരിക്കൂ അവാർഡ് പ്രഖ്യാപനത്തിനായിട്ട്.